നമസ്കാരം. 2024 ജൂലൈ അവസാനം അന്നാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പാതിരാത്രി കുത്തിയൊലിച്ചു വന്ന ഉരുൾപൊട്ടൽ കുറെ മനുഷ്യരുടെ ജീവനും ജീവിതവും കൊണ്ടുപോയത്. ഉറ്റവരും ഉടയവരും സമ്പാദ്യവും എന്തിന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കുറെ മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തി. നാടിന്റെ നാനാഭാഗത്തു നിന്നും അവർക്ക് സഹായഹസ്തങ്ങളെത്തി. വീട് നഷ്ടപ്പെട്ടവർക്ക് സംഘടനകളും വ്യക്തികളും വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനങ്ങൾ നൽകി. എത്ര പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയും പേർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന HRDS ഇന്ത്യ ഓഗസ്റ്റ് 3-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇമെയിൽ മുഖാന്തരം അറിയിച്ചു. വെറുതെ ഒരു വാഗ്ദാനമല്ല HRDS ഇന്ത്യ നൽകിയത്. അടിസ്ഥാനം കെട്ടുന്ന കല്ല് തൊട്ട് വാതിലിന്റെ താഴ്വരെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ വ്യക്തമായ വിവരണത്തോടെയുള്ള പദ്ധതി രേഖയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ രേഖാമൂലം HRDS അറിയിച്ചത്. HRDSന്റെ ഈ വാഗ്ദാനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടിയും നൽകി. തീരുമാനം ഈ മറുപടിയിൽ ഒതുങ്ങി എന്നത് വേറെ കാര്യം. ഇത് ഓഗസ്റ്റ് 3-ാം തീയതി. പിറ്റേന്ന് ഓഗസ്റ്റ് 4-ാം തീയതി വയനാട്ടിൽ പുനരധിവാസം നടത്തുമെന്ന് റിപ്പോർട്ടർ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡോ അഗസ്റ്റിൻ പ്രഖ്യാപിക്കുന്നു. അവർക്ക് പ്രഖ്യാപിക്കണമെങ്കിൽ മറ്റാരുടെയും സഹായം വേണ്ടല്ലോ. സ്വന്തമായ ഒരു ചാനലുണ്ട്. അത് ഏത് രീതിയിൽ സമ്പാദിച്ച പണം കൊണ്ട് നേടിയെടുത്തതായാലും. ഉരുളെടുത്ത ദുരന്ത മേഖലയിൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള പുനരധിവാസ പദ്ധതി മുഖ്യമന്ത്രിക്ക് ആൻഡോ അഗസ്റ്റിൻ സമർപ്പിക്കുകയും ചെയ്തു. ഈ പദ്ധതി മാത്രമല്ല, റിപ്പോർട്ടർ ടിവിയുടെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളമായ 5 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. എന്തായാലും ആൻഡോ അഗസ്റ്റിൻ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ HRDS സമർപ്പിച്ച പദ്ധതി രേഖയുമായി അവിശ്വസനീയമായ സാമ്യമുണ്ടായിരുന്നു. അതൊരു പക്ഷേ യാദൃച്ഛികമായിരിക്കാം. 180 ഏക്കറിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നായിരുന്നു ആൻഡോ അഗസ്റ്റിൻ പ്രഖ്യാപിച്ചത്. റിപ്പോർട്ടർ ടിവിയുടെ ഈ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരുമൊക്കെ എത്തി. റിപ്പോർട്ടർ ടിവി മുന്നോട്ട് വെച്ച ആശയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇത് മാതൃകാപരമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും വളരെ പോസിറ്റീവായ സമീപനമാണ് റിപ്പോർട്ടർ ടിവിയുടേതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ പറഞ്ഞിരുന്നു. അന്ന് 150 ഏക്കർ സ്ഥലത്ത് 3 കിടക്കമുറികളുള്ള വീടുകളും സ്കൂളും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ അടങ്ങുന്നതായിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ പദ്ധതി. താഴത്തെ നിലയിൽ 2 കിടപ്പുമുറികളും അടുക്കളയും ഹാളും സിറ്റൗട്ടും ശുചിമുറിയും, മുകളിൽ പാചകം ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു മുറിയും ബാൽക്കണിയും ശുചിമുറിയും. മുകളിലെ പാചക സൗകര്യമുള്ള മുറി വയനാട്ടിൽ വരുന്ന വിനോദസഞ്ചാരികളെ താമസിപ്പിക്കാനാണ്. ഇതിലൂടെ വീട്ടുടമയ്ക്ക് ഒരു വരുമാനം കണ്ടെത്തുകയും ചെയ്യാം. പുറത്തുകൂടിയാണ് മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ്. ഇത് HRDS സമർപ്പിച്ച പദ്ധതി രേഖയിൽ ഉണ്ടായിരുന്നതാണ്. ഇതേക്കുറിച്ച് ഒരു മാധ്യമങ്ങളും വാർത്ത ചെയ്തില്ല. ചില ദിനപത്രങ്ങളിൽ ഈ വലിയ വാർത്ത ഒരു ചെറിയ കോളം വാർത്തയിൽ ഒതുങ്ങി. സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഗുണഭോക്താക്കളുടെ പട്ടികയും ഭൂമിയും കണ്ടെത്തി നൽകണം എന്നുള്ളത് മാത്രമായിരുന്നു. വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ സർക്കാർ ആയിരുന്നെങ്കിൽ 2 കൈയും നീട്ടി ഈ വാഗ്ദാനം സ്വീകരിക്കുമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചു, സംസ്ഥാനത്തെ അവഹേളിച്ചു, കലാപാഹ്വാനം നൽകി, മുഖ്യമന്ത്രിയെയും സമർത്ഥരായ ഉന്നത ഉദ്യോഗസ്ഥരെയും അപകീർത്തിപ്പെടുത്തി എന്നൊക്കെയുള്ള കേസുകളിൽ പെടുത്തും. അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തന്നെ അതിലെ ശരിതെറ്റുകൾ തീരുമാനിക്കട്ടെ. ഈ വിഷയത്തിൽ പ്രധാനമായി ഉയരുന്ന ചോദ്യം 150 ഏക്കറിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച റിപ്പോർട്ടർ ടിവിയുടെ വാഗ്ദാനം ഇപ്പോൾ എവിടെ വരെ എത്തി എന്നുള്ളതാണ്. 150 ഏക്കറിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് സർക്കാരിന്റെ അനുമതി ആവശ്യമില്ലല്ലോ. സ്വന്തം കയ്യിലുള്ളതിൽ നിന്ന് 150 ഏക്കറിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നായിരിക്കുമല്ലോ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത്. മാത്രമല്ല, താൻ വയനാട്ടുകാരനാണെന്നും പലരെയും തനിക്ക് നേരിട്ടറിയാമെന്നും ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിരുന്നു. അപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ റിപ്പോർട്ടർ ടിവിക്ക് യാതൊരു തടസ്സവുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ആൻഡോ അഗസ്റ്റിൻ തന്റെ പ്രഖ്യാപനം വാക്കുകളിൽ ഒതുക്കിയത്? പൊതുജനങ്ങളെയും ദുരിതബാധിതരെയും കബളിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം? അതോ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനുള്ള തന്ത്രമായിരുന്നു? HRDSനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാർ ഭൂമിയും ഗുണഭോക്താക്കളുടെ പട്ടികയും നൽകണമായിരുന്നു. അത് നൽകാത്തത് കൊണ്ടാണ് അവർക്ക് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് വാർത്തകൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടർ ചാനലിന്റെ വിശ്വാസ്യത ഒരിക്കൽ കൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നാണം കെട്ടും പണം നേടിയാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. 2 കൊല്ലം മുൻപ് മുട്ടിൽ മരം കൊള്ളക്കേസിലെ പ്രതികളായ സഹോദരന്മാരെ പോലീസിന്റെ ഇടിവണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുമ്പോൾ അതിൽ ആൻഡോ അഗസ്റ്റിൻ എന്ന ഇപ്പോഴത്തെ റിപ്പോർട്ടർ ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ കം മാനേജിംഗ് എഡിറ്ററുടെ മുഖവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ പഴഞ്ചൊല്ലാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ ടൗൺഷിപ്പ് പദ്ധതി എവിടെ വരെ എത്തി എന്നറിയാനുള്ള അടങ്ങാത്ത ആകാംക്ഷയോടെ വീണ്ടും കാണാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു.
കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.